കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ഇൻട്രോ. ഇതാണ് എന്റെ മൂത്ത മകൾ ഹൃത്തിക. ഇവള് വന്ന് 2 വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ മറ്റൊരാളെ കൊണ്ടുവന്നു. അതാണ് ഇവൻ. ഇയാളോട് കളിക്കുമ്പോഴേ ഒന്ന് സൂക്ഷിച്ചും കണ്ട് കളിക്കണം. കാരണം ഞങ്ങളെ വീട്ടിലെ ചാക്കോമാശാണിത്. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ചട്ടാൻ കൊണ്ട് അടിക്കും. ഇവൻ വന്നതോടെ ഋതുമോളെ ജീവിതം കാറ്റുപോയ ബലൂണ് പോലെ. ഇവരുടെ സ്വസ്ഥതയും സമാധാനം എന്ന് പറഞ്ഞ ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ ഈ ഉമ്മയാണ്. അങ്ങനെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന വില്ലനെ തല്ലി ഓടിക്കാനുള്ള പരിപാടിയിലാണ് ഋതുമോൾ. ഇതൊരു തുടക്കം മാത്രമാണ്, ഒടുക്കം ഇനിയും വരാനുണ്ട്. നേരെ തടി കൂടിയവരല്ലേ എന്നല്ല വിചാരിക്കുന്നത്. ഇതൊക്കെ ഒരു സാമ്പിൾ അല്ല ഗൈസ്. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്റെ എക്സ്പ്രഷൻ മാറും. നേരത്തെ കണ്ട സ്നേഹമില്ലേ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. വീട്ടിൽ തന്നെ ഇലക്ട്രീഷ്യന്മാരും എഞ്ചിനീയർമാരും പ്ലംബർമാരൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും കേടാക്കാൻ വലിയ പണിയില്ല. പിന്നെ നന്നാക്കാൻ അത് പുറത്തു കൊടുക്കണമെന്നേ ഉള്ളൂ. എന്ത് പുതിയ സാധനം വാങ്ങിയാലും 2 ദിവസത്തെ ജോലിയെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഈ കൊച്ചിന് വട്ടാണ് ഗൈസ്. പൂച്ചനെ മാത്രമല്ല, പൂച്ചനെ മൂട് വരെ ഉണക്കി കൊടുക്കുന്നത്. ഇത്ര അത് ഭാഗ്യനായിട്ടുള്ള ഒരു ഹെയർ ഡ്രയർ വേറെ ഉണ്ടാവില്ല ഗൈസ്. അടുത്ത ഇര ഞാനാണ്. കണ്ടതും കുട്ടികൾക്ക് എന്തൊരു സ്നേഹമാണ് ഈ അമ്മേനോട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇതൊരു മത്സരമാണ് ഗൈസ്. എന്റെ കവിളാണ് ഇവരുടെ പ്ലേ ഗ്രൗണ്ട്. ആരാണ് കൂടുതൽ ഉമ്മ വെക്കുന്നത് എന്ന മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വരെ കണ്ടന്റ് കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷെ ഇവർക്ക് എവിടുന്ന കണ്ടന്റ് കിട്ടുന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു പാക്കറ്റ് ചോക്കോസും 2 പേരും അതിൽ കുറച്ച് ഋതുമുഖം കൊടുത്തതിന്റെ കലാലാണിത്. എനിക്ക് ഡ്രസ് ഒന്നും വെറുതെ ഒഴിവാക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഋതുമോളെ ഷർട്ടും പാവാടയാണ് ഇപ്പൊ ഇവൻ ഇട്ടുകൊടുത്തത്. നേരത്തെ ഞാനൊന്ന് കളിയാക്കി, അതിന്റെ പേരിൽ അവൻ എനിക്കൊരു സമ്മാനം തന്നു. സംതൃപ്തിയായി. ഇനി ഒരു ഇന്റർവെൽ ടൈമാണ്. ഇനി കുറച്ച് സ്നാക്സ് വയ്ക്കണം. അതിനായിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കാടമുട്ട ഫ്രൈ ആണ്. നമ്മളിതിലൊക്കെ നോക്കിയാൽ കയ്യിൽ കോലുള്ളത് കണ്ണുകൊടുക്കും. പോവല്ലേ, കഴിഞ്ഞിട്ടില്ല. അടുത്ത കണ്ടന്റ് വേഗം തന്നെ വന്നിട്ടുണ്ട്. ഋതുമോളെ സ്ലിംഗ് ബാഗ് ആണ് അടുത്ത കണ്ടന്റ്. അതിന്റെ പേര് അങ്ങോട്ടടിയും ഇങ്ങോട്ടടിയും. പക്ഷെ എന്റെ പ്രിൻസസ് ആള് സ്ട്രോങ് ആണ്. ആളൊന്നും വിട്ടുകൊടുത്തത് പോലെ. കഥയുടെയും കലഹത്തിന്റെ അവസാനം വീട്ടിലെ പാതി സാധനം പിന്നെ അത് പെറുക്കെടുത്തുകൊണ്ട് എന്റെ പണി. ശാന്തമായി പോകുന്ന എന്റെ ഈ കൊച്ചുങ്ങളെ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. സോ ബൈ ബൈ.